വളരെ പ്രധാനപ്പെട്ട ഒന്ന് സാമ്പത്തികം തന്നെയാണ്. കാരണം ഇത് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. മുമ്പ് നമുക്ക് കൃത്യമായി ക്യാഷ് കിട്ടിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു സമ്മർദ്ദമായി നമ്മുടെ ഈ കേന്ദ്രാവിഷ്കൃത ഫണ്ടിന് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഒരു പരിമിതി നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഏതാണ്ട് 1500 കോടി രൂപയിൽ കൂടുതൽ കേരളത്തിന് കിട്ടാനുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രതിസന്ധി, ഇതിൻ്റെ ഡയറക്ടർ എന്ന നിലക്ക് നിങ്ങൾ അനുഭവിക്കുക, ഈ പ്രതിസന്ധി നിങ്ങൾ നേരിടുന്നത് എങ്ങനെയാണ് ഇത് അതിജീവിക്കുക? വളരെ കുഴപ്പിക്കുന്ന ചോദ്യമാണ്. കാരണം ഈ കുഴഞ്ഞു മറിഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ കൂടെയാണ് ഞങ്ങൾ എല്ലാവരും കടന്നു പോകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത്രയധികം അത് നമ്മുടെ ഫീൽഡിനെ ബാധിച്ചിട്ടില്ല. നമ്മുടെ സമഗ്ര ശിക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് RTE ആക്ട് അനുസരിച്ച്, വിദ്യാഭ്യാസ അവകാശ നിയമങ്ങൾ അനുസരിച്ച് ഒരു കുട്ടിക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുക. അതിൽ ചിലതാണ് ഈ പറഞ്ഞ യൂണിഫോം, ടെക്സ്റ്റ് ബുക്ക്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് സർക്കാർ കൊടുക്കുകയും നമുക്ക് പൈസ കിട്ടുമ്പോൾ അത് റീഇംബേഴ്സ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ആരും അറിയാത്ത വിധത്തിൽ തന്നെ സർക്കാർ അത് പരിഹരിക്കുകയാണ്. ഒരു കുട്ടിക്ക് പോലും ടെക്സ്റ്റ് ബുക്ക് കിട്ടാതെയോ യൂണിഫോം കിട്ടാതെയോ ആകുന്ന ഒരവസ്ഥ വരുന്നില്ല. അപ്പോൾ അത് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണ എന്താണ്? സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ കൊടുക്കുക എന്നുള്ളതാണ്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉള്ള അതേ ആളുകൾ തന്നെ ഒരാളെ പോലും നമ്മൾ കുറച്ചിട്ടില്ല. സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സിനെ കൊടുക്കുക, കലാകായിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ആരെയും കുറച്ചിട്ടില്ല, ആരെയും ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടില്ല. ആ സംവിധാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം പ്രത്യേക അധ്യാപകരുടെ പിന്തുണ എന്താണോ വേണ്ടത് അത് മുഴുവനും ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക്, യൂണിഫോം, RTE ആക്ട് അനുസരിച്ചുള്ള സംവിധാനങ്ങൾ, ആനുകൂല്യങ്ങൾ അത് കൊടുക്കുന്നുണ്ട്. ഹോസ്റ്റലുകൾ, നമ്മൾ നേരത്തെ 7 ഹോസ്റ്റൽസ് ഉണ്ടായിരുന്നു. ആ ഹോസ്റ്റലുകൾ ഇതാ ഇപ്പോഴും തുടരുന്നുണ്ട്. ആ ഹോസ്റ്റൽസിന് നമ്മൾ പണം കണ്ടുപിടിച്ച് അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. കുട്ടികൾ അവിടെ ചേർന്ന് പഠിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് വരാൻ കഴിയാത്ത കുട്ടികൾക്ക്, അതായത് പ്രാപ്യത ഇല്ലാത്ത കുട്ടികൾക്ക് പഠനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഹോസ്റ്റൽസ് ഇപ്പോഴും ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. കുട്ടികൾ അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ അവകാശ നിയമങ്ങൾ സമഗ്ര ശിക്ഷ വഴി ചെയ്തിരുന്നത് ഒന്നിനും ഒരു കുറവുമില്ലാതെ ഇപ്പോഴും മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അത് സർക്കാർ അത് വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്നത് കൊണ്ടും ഇടപെടുന്നത് കൊണ്ടുമാണ്. ശരിക്കും അതൊരു പ്രതിരോധം തീർക്കും കൂടെയാണ് ഉറപ്പായിട്ടും നമ്മുടെ ഗവൺമെന്റ്.